ഹലോ ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഡോനട്ട് ആണ്. ഡോനട്ട് എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 250 ഗ്രാം മൈദയുടെ മെഷർമെൻറ്റിലാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഞാൻ ആദ്യം മിക്സ് ചെയ്യാണ്. ഇപ്പോൾ ഞാൻ മിൽക്ക് പൗഡർ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു 1½ ടീസ്പൂൺ മിൽക്ക് പൗഡർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഞാൻ മൈദയിലോട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ മിൽക്ക് പൗഡർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഷുഗർ ഇട്ട് കൊടുക്കാം. ഷുഗർ ഞാനൊരു 3 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ എടുക്കുന്ന സ്പൂൺ നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ, ആ അളവിലാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിനുശേഷം ഞാൻ അതിലോട്ട് ഈ ഈസ്റ്റ് ചെക്ക് ചെയ്യുന്ന വിധം ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജിലെല്ലാം ഇട്ടിട്ടുണ്ട്. ഒന്ന് ചെക്ക് ചെയ്തോളൂ നിങ്ങൾ കേട്ടോ. അപ്പം 3/4 ടീസ്പൂൺ ഞാൻ ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ 1 ടീസ്പൂണോളം ഇട്ട് കൊടുക്കാമേ. അതിനുശേഷം ഞാൻ ബട്ടർ എടുത്തു വെച്ചിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല, നമ്മൾ കുഴയ്ക്കുമ്പോഴാണ് എടുക്കുന്നത്. പിന്നെ ഒരു എഗ്ഗ് എടുത്തിട്ടുണ്ട്. വെജിറ്റേറിയൻകാർ എഗ്ഗ് അവോയ്ഡ് ചെയ്തോളൂ. പിന്നെ 250 ഗ്രാം മൈദയ്ക്ക് ഞാൻ 125 ml മിൽക്കാണ്, റൂം ടെമ്പറേച്ചറിലുള്ള മിൽക്കാണ് എടുത്തേക്കുന്നത്. അത് നല്ലോണം ബീറ്റ് ചെയ്ത് ഞാൻ സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ മിക്സ് ചെയ്യാം. അതിന് മുന്നേ നമുക്കൊരു 1/2 ടീസ്പൂൺ സോൾട്ട് ഇട്ട് കൊടുത്തേക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് പാലിൻ്റെയും എഗ്ഗിൻ്റെയും കൂടെ ആ മിക്സ് നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇച്ചിരി വെള്ളമായിട്ടിരിക്കും, പക്ഷേ നമ്മൾ കുഴച്ച് ബട്ടർ തേച്ച് കുഴച്ച് നമ്മളത് നല്ലൊരു ഡോ ആയിട്ട് ആക്കിയെടുക്കണം. ഇപ്പം ഞാനിത് കുഴയ്ക്കാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടി ഞാൻ ഇത് ഒരു ഷീറ്റിലോട്ട് ഇട്ടേക്കുവാണ്. ഇനി നല്ലോണം ബട്ടർ അപ്ലൈ ചെയ്തിട്ട് ഇപ്പം ഞാൻ ഇത് കുഴയ്ക്കുമ്പോഴറിയാം എത്ര ബട്ടർ എനിക്ക് എടുക്കേണ്ടി വരുമോ എന്നുള്ളത്. അപ്പം ഞാൻ ഇത് കുഴയ്ക്കുന്നത് ബട്ടർ ഇട്ട് കുഴച്ചെടുക്കാം. ഇപ്പം ഞാൻ ഇത്രയും ബട്ടറും എടുത്തിട്ടുണ്ട്, 3 ടീസ്പൂൺ ബട്ടറും എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇതേ ഒരു സോഫ്റ്റ്നെസ്സിൽ ഡോ കൊണ്ടുവരണം. നല്ലോണം കുഴച്ചെടുക്കുക കേട്ടോ, എന്നാലും നമ്മുടെ ഡോനട്ട് നല്ലതായിട്ട് പൊങ്ങി വരുള്ളൂ. ഇനിയിപ്പോൾ ഞാനൊന്ന് പരത്തി കൊടുക്കുകയാണ്. ഒരു ഡോനട്ട് കട്ടർ എടുത്തിട്ട്, ഇതിലേലും സാരമില്ല, നിങ്ങളൊരു അടപ്പ് എടുത്തിട്ട് സെൻറ്ററിലൊരു ബോട്ടിലിൻ്റെ മൂടി വെച്ച് കട്ട് ചെയ്താൽ മതി. ഇതേ ഒരു തിക്നെസ്സിൽ പരത്തിയെടുക്കുക. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് മൈദയിലൊന്ന് ഡിപ്പ് ചെയ്തേക്കണം, എന്നാലും നമുക്ക് നല്ലതായിട്ട് കട്ടായി വരത്തുള്ളൂ. അപ്പോൾ ഇതേ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാനൊരു ട്രെയിലോട്ട് ബട്ടർ അപ്ലൈ ചെയ്ത ഒരു ട്രെയിലോട്ട് വെച്ചേക്കുവാണ്. ഇത് പൊങ്ങാൻ ഞാൻ വെച്ചേക്കുവാണ്. ഇപ്പം നോക്കിക്കേ, നമ്മുടെ എങ്ങനെയുണ്ട്, നല്ലതായിട്ട് റൈസായിട്ട് വന്നില്ലേ മാവ്. അത് നമ്മൾ കുഴയ്ക്കുന്നതിലിരിക്കും. അതുകൊണ്ട് എല്ലാവരും കുഴയ്ക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ച് കുഴച്ചോളൂ. ഇപ്പോൾ ഈ മാവെല്ലാം നമ്മുടെ നല്ലതായിട്ട് പൊങ്ങി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ ഒരു മിതമായ ചൂടേ ആകാവുള്ളൂ, ഒത്തിരി ചൂടാവരുത്. നമ്മുടെ അകം അതിൻ്റെ ഡോനട്ടിൻ്റെ അകം വേവുമില്ല. അതുകൊണ്ട് ഫ്ലെയിം കുറച്ച് വെച്ച് ആ ഒരു ചൂടിലിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ. കണ്ടോ, ഈ ഒരു കളറാകുമ്പം ഒത്തിരി ഡാർക്ക് കളറാവാൻ വെച്ചേക്കണ്ട. ഈ ഒരു കളറാകുമ്പോൾ എടുത്തോളൂ കേട്ടോ. ഇപ്പം നോക്കി, ഞാൻ ഇവിടെ ഒരു ചോക്ലേറ്റ് ഗണാഷ് ഉണ്ടാക്കുവാണ്. കാരണം ഇതിന് ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി. ഇപ്പോൾ ഞാനൊരു 50 ഗ്രാം ചോക്ലേറ്റിന് ഒരു 25 ml ഫ്രഷ് ക്രീം ഇട്ടിട്ടുണ്ട്. എന്നിട്ട് മെൽറ്റ് ചെയ്തെടുത്തതാണ്. എന്നിട്ട് നമ്മുടെ ഡോനട്ട് അതിലോട്ട് ഡിപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ടോപ്പിങ്സ് റെഡിയാവും. പിന്നെ അതിൽ നമുക്ക് സ്പ്രിങ്കിൾസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിലിട്ട് കൊടുക്കാം. അത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, സ്പ്രിങ്കിൾസ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പം ഒന്നും നമുക്ക് ചോക്ലേറ്റ് ഒന്നും ഇല്ലെങ്കിലും സാധാരണ ഷുഗർ പൗഡറും അതിൽ ഇത്തിരി സിന്നമൺ പൗഡർ ഇട്ടാൽ നല്ലതായിരിക്കും. ഞാൻ ഇട്ടിട്ടില്ല. ഷുഗർ പൗഡർ കോട്ട് ചെയ്തെടുത്താൽ നല്ലതാണ് കേട്ടോ. ഇനി ഞാനൊരു ഗ്ലേസിങ് ഉണ്ടാക്കുവാണ്, ഷുഗറിൻ്റെ തന്നെ. അതിലോട്ടൊരു 1/2 ടീസ്പൂൺ വെനില എസൻസ് ഒഴിച്ചു കൊടുത്തിട്ട് റൂം ടെമ്പറേച്ചറിലുള്ള പാൽ അതിൽ ഒരു തുള്ളിയിട്ട് മിക്സ് ചെയ്ത് നല്ലൊരു അത് ഡിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പരുവത്തിലാക്കി എടുക്കുക. കണ്ടോ, ഈ ഒരു പരുവത്തിലാക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ നല്ലൊരു ഗ്ലേസിങ് ആയി കിട്ടും. അതിൻ്റെ മേലെ നമുക്ക് സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുക്കാം. ഇനി ബാക്കി ഗ്ലേസിങ് ചെയ്ത് വെച്ചതിലോട്ട് ചോക്ലേറ്റ് സിറപ്പ് ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തതാണ്. അങ്ങനെയും ചെയ്യുന്നത്. ഇതെല്ലാം നമ്മുടെ ഇഷ്ടമാണ്, ഏത് രീതിയിൽ നമുക്ക് ഡിസൈൻ ചെയ്യാം. ഇപ്പം നോക്കി, ഞാനൊന്ന് മുറിച്ച് കാണിക്കാൻ. കണ്ടോ, എന്ത് സോഫ്റ്റാണെന്നറിയാം, നല്ല പഞ്ഞി പോലെ ഇരിക്കും.
അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്ത് നോക്ക്. വളരെയധികം ഇഷ്ടപ്പെടും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിന് അതിനേക്കാളും നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം. ബൈ ഫ്രണ്ട്സ്.